പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ കുക്കറിൽ ഒരൊറ്റ വിസിലിൽ റേഷൻ അരി വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പെട്ടെന്നൊക്കെ ഒരു തേങ്ങാച്ചോറൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് വെറും 5 മിനിറ്റിനുള്ളിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാൻ ഒരു മുറിയോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ തേങ്ങാച്ചോറിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശേഷം ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും അരഞ്ഞു പോവാത്ത വിധത്തിൽ വേണമെന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. ഇനി ഒരു കുക്കർ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 2 ഏലക്കായ, ചെറിയ 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സ്പൈസസ് ഒന്നും ഒരുപാട് കൂടിപ്പോണ്ട. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് പൊടിച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 8-10 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. തേങ്ങാച്ചോറിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നിർബന്ധമൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയും ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരി ഏത് പാത്രത്തിലാണോ അളന്നെടുത്തിട്ടുള്ളത് ആ പാത്രത്തിൽ 1.5 പാത്രം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയും വലിയുള്ളിയുടെയും കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. റേഷൻ അരിക്ക് വേവ് കുറവാണല്ലോ, അപ്പോൾ അതാണ് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ നല്ല വേവുള്ള അരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് വേവായി കിട്ടുള്ളൂ. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കഴുകി ഊറ്റി മാറ്റി വെച്ചിരുന്ന റേഷൻ അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടോ. വെള്ളത്തിൽ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് ചോറിലേക്ക് കറക്റ്റ് പാകമായി കിട്ടുള്ളൂ. ശേഷം കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരൊറ്റ വിസിൽ നമുക്കിത് അടുപ്പിച്ചെടുക്കാം. പിന്നീട് എയറൊക്കെ താനെ റിലീസായി പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ തേങ്ങാച്ചോറൊക്കെ കറക്റ്റ് പാകമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റ് അളവിലായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ചോറ് ഇങ്ങനെ തന്നെ കറിയൊന്നും ഇല്ലാതെ പപ്പടമൊക്കെ കൂട്ടിയിട്ട് വെറുതെ കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഉഷാറാവും. ഇത് കണ്ടില്ലേ, ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നമുക്ക് പാകത്തെ വേവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.